നമ്മെ അത്ഭുതമായിട്ട് കർത്താവിന്റെ ശ്രേഷ്ഠമായ കാര്യം നമ്മെ കാത്തു സൂക്ഷിച്ചു നമ്മെ സംരക്ഷിച്ച് വീണ്ടും നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കടന്നു വന്നു ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ദൈവം അവസരം നൽകിയല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് ആത്മാർത്ഥമായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Hallelujah, hallelujah, hallelujah. Praise you, Jesus. Praise you, Jesus. Praise you, Jesus. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ രാവിലെ സമയം നിന്റെ മക്കളാകുന്ന ഞങ്ങൾ തിരുസന്നിധിയോട് അടുത്തു വരുന്നു. കർത്താവിനോട് അടുത്തു വരുമ്പോൾ കർത്താവ് ഞങ്ങളോടും അടുത്തു വരാമെന്ന് വാക്ക് പറഞ്ഞില്ല. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കടന്നു വരുന്നിടത്തൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഇതുപോലെ കാലം അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളോട് ഞങ്ങളുടെ സഹായമായി, ഞങ്ങളുടെ സങ്കേതമായി, ഹല്ലേലൂയ, ഞങ്ങളുടെ ആശ്രയമായി, ഞങ്ങളുടെ സകല ആവശ്യങ്ങൾക്കും മതിയായവനായി ഞങ്ങളുടെ ആരാധനയിൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെ പരിഹരിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങളെ അകറ്റുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവം പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് സ്തോത്രം. ആരാധനയുടെ ആരംഭം മുതൽ ഏറ്റവും അവസാനം വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഉണ്ടാകുകയാണ്. പാട്ടുകൾ പാടുവാൻ ഞങ്ങളെ കർത്താവ് ബലപ്പെടുത്തുകയോ, ദൈവസന്നിധി ഞങ്ങളുടെ ഹൃദയങ്ങളെ പകർന്ന് പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥനയിൽ കൂടി ഞങ്ങളുടെ ആവശ്യങ്ങളെ നേടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഓരോ ജീവിതങ്ങളെയും കർത്താവ് ബലപ്പെടുത്തണമേ. എല്ലാവരുടെയും ആവശ്യങ്ങളെ അറിഞ്ഞ് ഇതുപോലെ കാലം കർത്താവ് സഹായിക്കണമേ. സകല മാനവും മഹത്വവും ഞങ്ങൾ ദൈവത്തിന് തരുന്നു. ഇന്നത്തെ ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകുന്നതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തോട് കേൾക്കുമാറാകണമേ. ആമേൻ. ദിനം 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 ഈ പാട്ടിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും ഏത് സമയത്തും 24/7 നമുക്ക് പ്രയോറിറ്റി ആയിട്ടുള്ളത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ വാഴ്ത്തി പാടുക. പാട്ടിലൂടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ, പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ, അനുദിനവും പാടി വാഴ്ത്തുക. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ, അനുദിനവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ, അനുദിനവും പാടി വാഴ്ത്തുക. രക്തമേ യേശുവിൻ രക്തമേ, രക്തമേ യേശുവിൻ രക്തമേ, അനുദിനവും പാടി വാഴ്ത്തുക
Praise you, Jesus. Praise you, Jesus. Glory, glory, glory. Amen. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന Praise കാലഘട്ടത്തില് എല്ലാ Hallelujah. കാര്യങ്ങളും കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന ഈ സമയത്ത് നമുക്ക് പ്രത്യാശയോടെ മധ്യാകാശത്തില് അവന് വെളിപ്പെടുവാനുള്ള സമയം ഏറ്റെടുത്തിരിക്കുന്നതിനാല് ഒരുങ്ങി വിശുദ്ധിയോടെ ജീവിപ്പാൻ ഈ പാട്ട് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ച് താഴ്ത്തി ദൈവസന്നിധിയിൽ ആദരങ്ങളെ തുറന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ആരാധിക്കാം. നമ്മൾ ബന്ധക്കോസ്തുകാരാണ്, നമ്മൾ ബന്ധക്കോസ് ആരാധനയാണ് കഴിക്കുന്നത്. അതിനാൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരും നാം വേഗത്തിൽ ഇമ്പവിടവിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടവിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, താങ്കൾ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. താങ്കൾ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരും നാം വേഗത്തിൽ ഇമ്പവിടവിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടവിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, താങ്കൾ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. താങ്കൾ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരും നാം വേഗത്തിൽ ഇമ്പവിടവിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടവിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ലോകദുഃഖങ്ങളും മരണമതും എല്ലാം നീ ഭയപ്പെടാതെ. ലോകദുഃഖങ്ങളും മരണമതും എല്ലാം നീ ഭയപ്പെടാതെ.
എത്രയോ വലിയ പ്രത്യാശയാൽ ദൈവം നമ്മെ നിറച്ചിരിക്കുന്നു. ഈ ലോകത്തിലെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല, നിത്യതയിൽ നമ്മെ നടത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് ശ്രേഷ്ഠകരമായ മഹത്വമുള്ള പ്രത്യാശ നൽകിയിരിക്കുന്നല്ലോ. ആ പ്രത്യാശയാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങൾ നിറയട്ടെ. നമ്മുടെ ഭൗതിക ശരീരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു, എന്നാൽ അതിനപ്പുറത്തേക്ക് ജീവിക്കുന്ന ഹല്ലേലൂയ നിത്യ ജീവിതത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ നിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഒരുക്കപ്പെട്ടവരായി വിശുദ്ധിയോട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം അടുത്തു വരാം. നമ്മുടെ ന്യൂനതകൾ, നമ്മുടെ പ്രയാസങ്ങൾ, മാനുഷികമായ ബലഹീനതകളൊക്കെ മാറി കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ കഴുകപ്പെട്ട് നാം ശുദ്ധീകരണത്തിലേക്ക്, നാം എല്ലാവരും ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. എങ്കിലും നാം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ മാലിന്യങ്ങളെ ഒക്കെ മാറ്റി കർത്താവ് ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുവാൻ ഹല്ലേലൂയ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ നാം ആദ്യം പാടിയതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ ആ ദൈവത്തെ ആത്മാവിന്റെ നിറവിൽ ആരാധിക്കുവാൻ, ആ ആത്മനിറവ് നാം പ്രാപിച്ച് ആത്മനിറവിൽ നാം ദൈവത്തെ ആരാധിച്ച് നാം ജീവിതത്തിൽ ബലമുള്ളവരായി, ധൈര്യമുള്ളവരായി, പ്രത്യാശയുള്ളവരായി ആ ആത്മീയ സന്തോഷം നമുക്ക് അനുഭവിക്കുവാൻ എന്ന കാലം ദൈവം നമ്മെ ഇടവരുത്തട്ടെ. ഇനിയുള്ള അല്പസമയം നമുക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകർന്ന് നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ നിരത്തി വെച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ
നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം വിവിധങ്ങളായ വിഷയങ്ങൾ നമുക്ക് ഉണ്ട് എങ്കിൽ ആ വിഷയങ്ങളെല്ലാം ദൈവസന്നിധി നിരത്തി വെച്ചിട്ട് നമുക്ക് ദൈവസന്നിധി ഓരോരുത്തർക്കായിട്ട് പ്രാർത്ഥിക്കാം. Hallelujah. Thank you, Jesus. Praise the name of God. Praise the name of Jesus. Hallelujah. Praise you, Jesus. Hallelujah. Hallelujah. Yes. Yes, Lord. സ്നേഹം തിരിച്ചറിയാതെ പോകുമ്പോൾ അടിയുടെ വിട്ടിട്ടല്ല, അടിയുടെ കഴിവല്ല, പ്രാവശ്യം കൂടി സമർപ്പിച്ച് ചുരുക്കം ശരീരായിരിക്കുന്നു. എന്നാൽ നീ സ്തുതിക്കുന്നതിന്റെ ഓരോ സാന്നിധ്യം കൂടെ സ്തുതിക്കുന്നവേ ഇതിന്റെ അതിർത്തിയെ വിസ്താരമാക്കണമെന്നാണ്. അനേകർ കടന്നു സന്തോഷം കണ്ടെടുത്ത് ഈ സമയം സകല ആവശ്യങ്ങൾ സ്തോത്രത്തോടെ തിരുസന്നിധിയിലേക്ക് തരുന്നതാണ്.
സഹോദരങ്ങളെ നടക്കുന്ന എല്ലാ കലാപങ്ങളെയും മാറ്റി നിന്റെ രാജ്യത്തിന് നിന്റെ വരവിനെ ഏറ്റവും അടുത്തിടങ്ങളായിരിക്കുന്നു സഹായിക്കണമേ.
ഈ പകൽക്കാലത്തെ ആരാധനയെ അങ്ങയുടെ വലിയ കരങ്ങളിൽ കരുതി കർത്താവേ ഇത് തന്നെ രാധനയെ ഏകാഗ്രതയോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ റാവഹദരാധനെ അങ്ങയെ വിശ്വസിപ്പാൻ റാവഹദരാധനെ അങ്ങ് പറയുന്നത് ചെയ്യുവാൻ വിവേകം തരണമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ദൈവദാസനെ കുടുംബമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ നിന്റെ മകന്റെ ഹൃദയത്തിന്റെ വാഞ്ച അറിയുന്ന ദൈവമേ റാവനെ ധാരെ കഥനെ നീവേ നഗരേ ഹത്തുരാധനെ ആലകൽക്കരംബരാധനെ ഈ ദിവസങ്ങളിൽ കർത്താവേ ഹാലലൂയ നിന്റെ മകൻ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെയും ശക്തനാണ് കർത്താവേ ആത്മീയമായ കർത്താവേ ഹാലലൂയ അനേക ആത്മാക്കളെ കണ്ട് സന്തോഷിക്കാനായിട്ട് എന്റെ ദൈവത്തെ ഞാൻ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ ദൈവത്തിന്റെ കരം അതിശയകരമായി അത്ഭുതകരമായി ഹാലലൂയ ചലിക്കുന്നതിനായിട്ട് നിന്റെ മക്കൾക്ക് വേണ്ടി ആരോഗ്യം ബലവും ഒക്കെ കൊടുക്കണം കർത്താവേ യാത്രയിലെ പോക്കുവരവിലെല്ലാം കർത്താവിന്റെ സാന്നിധ്യത്തോടെ ഇരിക്കണമേ നിന്റെ മകൻ കർത്താവേ കൊണ്ടിരിക്കുന്ന ക്ലാസുകളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു തീർക്കുവാൻ ദൈവം കൃപ കൊടുക്കണം കാലത്തെ സമയത്തെ പേഴ്സണെ സബ്മിറ്റ് ചെയ്യുവാൻ ദൈവമേ ദൈവത്തിന്റെ കൃപ കർത്താവ് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ ഈ വാത്സല്യ പൗരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ നിന്റെ മക്കളെ കർത്താവിന്റെ കരമേ അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി കർത്താവേ ഈ ദിവസങ്ങളിൽ കർത്താവേ കൃപകളും വരങ്ങളും പ്രാപിച്ച് കർത്താവേ അനേക ക്രിസ്തുവിനെ കാലയിപ്പാൻ നിന്റെ മക്കളെ വീണ്ടും എടുത്തു വീഴ്ച പോകുന്നതിനായിട്ട് നന്ദിയപ്പ സജീവതന് കൊടുത്ത നന്മകൾക്കുമായി നന്ദി കർത്താവേ പ്രത്യേക ആരോഗ്യം ബലവും കൽപ്പിക്കണമേ സഹായിക്കണമേ ഹൃദയം വീണ്ടും നിലനിർത്തിക്കൊള്ളണം പൈതലിനെ അനുഗ്രഹിക്കണമേ അതമ്മ പിതാവിനെ സഹായിക്കണം കർത്താവേ അലയടികൾ എല്ലാവരെയും കർത്താവേ അന്ത്യവരെ നിലനിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ പ്രാർത്ഥിക്കുന്ന കർത്താവേ അവരെ കുടുംബമായി അനുഗ്രഹിക്കണമേ ദിവസനെ വെച്ച് പ്രാർത്ഥിക്കുന്ന ചെറുതും വലുതുമായ സകല വിഷയങ്ങളെ യഹോവേ ബാബാ ഉപക്കതരം വരാതരെ ആരാധന ദീരേ ബാബാ ഉക്കദാരഹത്തുരാതരെ യഹോവേ പ്രാർത്ഥിക്കുന്നവർ റദ്ദരാതരെ പ്രിയവകരാദി തീരാരഹത്തുരാതരെ രംബരാദീഹതരാതരെ ബാബാ അവർ ശക്തിയെ പുതുക്കും പുരംബരഹത്തരാതരെ അവർ കഴിയന്മാരെ പോലെ ചിറകടിച്ച് കയറും നടക്കും അവർ തളർന്നു പോകാതെ ഓടും ഈ ദിവസങ്ങളിൽ കർത്താവേ പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളെ ദൈവത്തിന്റെ അനുകൂലമായിരിക്കാൻ നന്ദിയോടെ കുടുംബത്തെ ഓർത്തോട് പ്രാർത്ഥിക്കുന്നു അവരെ ധാരാളമായി അനുഗ്രഹിക്കണം അടികളെ കരങ്ങളിൽ തരുന്നു ദൈവത്തിന്റെ പ്രകാരം ജീവിക്കാൻ അടികളെ എല്ലാം കണ്ടിരിക്കുന്ന ആത്മാക്കളെ നേടുവാനായിട്ടാണല്ലോ കർത്താവേ അതിനാൽ അനുഗ്രഹിക്കപ്പെട്ട ആരാധന അങ്ങേക്ക് പ്രാർത്ഥനകളിലായി നന്ദി പിതാവേ യേശുവിൻ തിരുനാമത്തിൽ താങ്കൾ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. Hallelujah, hallelujah. Thank you, Lord. Thank you, Lord. Praise God. Hallelujah. Hallelujah, hallelujah. ആരും കാണാത്ത പ്രഭാതം
Praise you, Jesus. Praise Yes, Lord. Amen. 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 Praise God. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 86-ാമത്തെ സങ്കീർത്തനം വാക്യങ്ങൾ. Psalms 86. Psalms 86. യഹോവേ ചെവി ചായ്ക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ, ഞാൻ എളിയവനും ദരിദ്രനും ആകുന്നു. കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ, ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവുമാകുന്നു. നീ എനിക്ക് ഉത്തരമരുളുകയാൽ എന്റെ കഷ്ടദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും. അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. യഹോവേ, നീ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ. നീ എന്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. നീയോ കർത്താവേ, കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു. ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ തന്നെ. അവസാനത്തെ വാക്യം ചേർന്ന് വായിക്കാം. എന്നെ വായിക്കുന്നവർ കണ്ടു രക്ഷിക്കേണ്ടതിന് നന്മയ്ക്കായി അടയാളം എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. നമുക്ക് വിശുദ്ധവാരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി കർത്താവിന്റെ നാമത്തിൽ Lord, we thank you for this psalm. We thank you for the promises. We thank you for the blessings this psalm gives to us, O Lord. Bless us together in Jesus' name, I pray. Amen. Please be seated. I wanted to welcome all of you. You know, we have gone a little bit more time because we are taking time for all of us to pray. The reason that we come together is to have a spiritual joy in our life. ആത്മീയ സന്തോഷം. നമുക്ക് ആത്മീയ സന്തോഷം ലഭിക്കുന്നതിനാണ് നാം ദൈവസന്നിധിയിൽ കടന്നത്. ആത്മീയ സന്തോഷം നമുക്ക് പാട്ടുകളിൽ നിന്ന് ലഭിക്കും. നമുക്ക് അത് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കും. വചനം കേൾക്കുമ്പോൾ നമുക്ക് ലഭിക്കും. അങ്ങനെ നാം ഇവിടെ വന്ന് നമ്മുടെ ഭവനത്തിൽ പോകുന്ന സമയം വരെ നമ്മൾ ആത്മീയ സന്തോഷം പ്രാപിച്ചുകൊണ്ടിരിക്കണം. That's the reason why we come to God's presence. So that is my prayer for you today, that we all will be spiritually blessed, and that is above and beyond the measure. Amen. Above and beyond measure. And I know I have to introduce Justin Sam. Justin Sam is, you probably know him. His parents are Blessy and Sam.
And so that's their son. Yeah, so you know him. Justin is actually an outstanding young man. I normally don't exaggerate anybody. I don't cut down anything, but I don't exaggerate. But Justin is an outstanding young man, and he is very high-tech person, very high-tech. And he goes to CrossFit Church, and I asked him the other day, "Hey Justin, I started a church. Would you like to come one day?" I didn't even give him the address. I sent him just the latest flyer I made. Don't have the address here. I didn't put the address. So I just sent him that flyer. And I asked him, I didn't know whether he was coming today. But thank you, Justin. It means a lot to me. Justin and his family are very, very close to me, very dear to me. So it is really good. Thank you. I hope you will continue to come and bless us. One other thing that I wanted to mention is today is also a birthday. This week we had a birthday of Ayush. Had a birthday. It was yesterday. Yeah. And we saw it in the Facebook. That's how I came to know. So we wanted to pray for him, and we want the Lord to make the next year, this year, one of the greatest year in his life. Okay, so life is actually a blessing from God. So we cannot take it lightly. Every day we get is a blessing. So this is a double blessing today. Justin is here, then Ayush has a birthday. So we'll be praying for you also. I want you all to adopt him as your own son. Okay, so he's actually a very loving child. And when I was doing my doctoral program, he was in most of my covenant group meetings. Our school required a covenant group. So his mom was in it. So he was in it, he was taking notes for me, and he helped me a lot. So hopefully you help me in this church too. Okay? All right. Thank you. And so when I talk about this church, I say this is multi-generation, this is multilingual, this is Indian diaspora. Those are the words I use. Why I use, there's a reason for that, why I use that word. This church is mainly for the Indians. There's the Indian diaspora. This is people who have left their home country. They made their home in this country. This church is for them. Then I foresee in my mind a church where all generation worship together. All generation worship together. There is no a Malayalam church and an English church. There's all generation worship together. And then I see in this church there are multi-languages. We can sing in Malayalam, we can pray in Malayalam, we can sing in Hindi, we can do all those. But there will be only one language that will be accepted, that will be English language. So the message finally will be in English. So that is what I foresee. This is the vision God put in my heart. That is why I wanted to start this church, because this church has to bring everybody together. All generation has to come together, and all the differences has to go. And Justin coming to this church today is my it's an assurance for me. This is going to happen, and I am actually working on many other people. I haven't told you this. I am working on many other people. I don't know when they are coming, but they will all show up one day. So we're working, and it's not like keep turning a light switch on and
off. But the Lord will bring it to happen. Okay, so now what we will do is we will take the offering. We will have the offering song. എൻ പ്രിയനെ പോ സുന്ദരനെ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, വേറാരും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോ സുന്ദരനെ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, വേറാരും ഞാൻ കാണുകയില്ല. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വീണ്ടും ഞങ്ങൾ ദൈവസന്നിധിയോട് അടുത്തു വരുന്നു. ഇത്രത്തോളം നീ ഞങ്ങളെ സഹായിച്ചു, ഞങ്ങളോട് കൂടെ ഇരുന്നു, ഞങ്ങളുടെ ആവശ്യങ്ങളെയൊക്കെ കർത്താവ് നൽകി തന്നു. ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചു, പ്രയാസങ്ങളിൽ നിന്ന് വിടുവിച്ച് സൗഖ്യവും ആരോഗ്യവും കർത്താവ് നൽകി ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവ്, ഇന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ ആയുഷ് മോനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതലിന് ഒരു വർഷം കൂടി കർത്താവ് ദാനം ചെയ്തു. ദൈവത്തിന്റെ കൃപയെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും ദൈവത്തിന്റെ ദാനമാകുന്നു. പ്രിയ മകനെ കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും നിലനിൽക്കുവാനും ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവേ, ജീവിതത്തിന്റെ മുൻപോട്ടുള്ള യാത്രയിൽ സകല അനുഗ്രഹങ്ങളുമായി കർത്താവ് നിറച്ച് എല്ലാ നന്മകളും കർത്താവ് കൊടുത്ത്
കർത്താവ് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിയാത്ത വഴികളും വാതിലുകളും ദൈവം തുറന്നു കൊടുക്കണമേ. ദൈവം കൂടെ ഇരുന്ന് സഹായിക്കണമേ. വിദ്യാഭ്യാസത്തിൽ കർത്താവ് ഉന്നമനം കൊടുക്കണമേ. ദൈവം സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ പ്രിയ ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ മകനും ഇന്ന് ഇവിടെ കടന്നു വരുവാൻ ദൈവം സഹായിച്ചത് കൊണ്ട് സ്തോത്രം. പ്രിയ ജസ്റ്റിനെ ദൈവ സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ കർത്താവേ. തന്റെ സമപ്രായക്കാരുടെ ഇടയിൽ ഒരു ശോഭിക്കുന്ന വിളക്കായി ദൈവം തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിന്റെ മകനോടും നിന്റെ മകന്റെ കുടുംബത്തോടും കൂടി ഉണ്ടാകുന്നതിന് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഈ ഭവനത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നത്, ഈ ഭവനത്തിന്റെ ആവശ്യങ്ങൾ, ഈ ഭവനത്തിന്റെ സകലവിധമായ കാര്യങ്ങളെ ദൈവം പ്രത്യേകമായി സഹായിച്ച് ഇവരെ വഴി നടത്തുന്നതിനായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനത്തിന് ഒരു ബുദ്ധിമുട്ടും ഒരു ഭാരവും കടന്നു കർത്താവിന്റെ അത്ഭുതകരമായ സൂക്ഷിപ്പും പരിപാലനവും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയാനിസിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയമോളെ കർത്താവ് സഹായിക്കണമേ. കർത്താവ് കൊടുത്തിരിക്കുന്ന എല്ലാ കഴിവുകൾക്കും പ്രാപ്തികൾക്കുമായി സ്തോത്രം. ദൈവരാജ്യത്തിന് വേണ്ടി തന്റെ കഴിവുകളൊക്കെ പ്രയോജനപ്പെടുത്തുന്നതിനായി അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, പ്രിയ വിൽസനെ കുടുംബമായി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൂടെ ഇരുന്ന് അവരെ സഹായിച്ച് വഴി നടത്തിക്കാറ്. പ്രിയാമച്ചയെ പ്രത്യേകമായി സഹായിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവകൃപയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ചായനെ അമ്മച്ചിയെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ ദിവ്യ അനുഗ്രഹത്താൽ എല്ലാവരെയും നിറയ്ക്കുന്നതോട് സ്തോത്രം. ഞങ്ങൾ അവിടുത്തെ വേലയെ സ്നേഹിച്ചെടുത്തിരിക്കുന്ന സ്തോത്രകാഴ്ച ഞങ്ങൾ തിരുസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിലേക്ക് അർപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിന്റെ സമൃദ്ധിയുള്ള കരം അവരെ അനുഗ്രഹിച്ച് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് ദൈവം എല്ലാ വ്യക്തികളുടെയും ആവശ്യങ്ങളെ പരിഹരിക്കുമാർ ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും കൊടുത്ത് സഹായിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ എല്ലാ വഴികൾക്കായി സ്തോത്രം. തുടർന്ന് ഞങ്ങൾ അല്പസമയം ദൈവജനത്തിന് മുൻപാകിയിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി കർത്താവിന്റെ വചനം ഞങ്ങളോട് എന്ത് ആവശ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കുവാൻ, ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. Right, so we will now come to the Word of God. The Word of God. First John chapter 5 verses 14 through 15. This is the confidence we have in approaching God, that if we ask anything according to his will, he hears us. And if we know that he hears us, whatever we ask, we know that we have what we asked of him. Amen. May the Lord add his blessing for the reading of his word. Thank you, Mama. Thank you for the reading of the word. And Babina is another outstanding young person. And she is always doing a lot of things. Sometimes when we are home, we don't recognize that is, she is doing a lot of things for the Lord. And thank God for her, for what she is doing. And it is my prayer the Lord will use her even into a greater role someday. And even sometimes when we come to small church is actually better church. That is, I'm not just making it up because this is a small church. I'm actually seeing it, experiencing it. And we always had church. We were in North Carolina, we had a church there. We had several Roman Catholic families, Jacobite families, Martha's families, and
mostly Roman Catholic families. They were with us, and we connected with them very, very closely. We connected with them. Even today, we have great relationship with them. We prayed for them. This is something that we experienced. We prayed. Today's prayer, this subject is prayer. So our psalm has to do with prayer, and the message has to do with prayer too. So sometime this family who came to us were directly coming from Gulf, migrating to the United States. They were very new. They had nobody to help them, and so we found them, and we were their help. And sometimes they will call us and say, they will call us and tell us the specific need that they have. We pray for them. 2 days later, they will call and say, God answered it. It's not because I was or we were any super people, but whatever we prayed, the Lord answered in their lives. There is this one experience I will never forget. There were two families, they were related, and so one family, they wanted to skip our Bible study one day. They were going for a trip in the Outer Banks of the North Carolina, and they were just going, and half of the way they traveled and their car broke down. And they rented a car and they came back to the Bible study, and somehow they believed the Lord didn't like them to. I don't know if that's true or not. The Lord didn't want them to go, but that's what they said. They came back to the Bible study one time, and they said this is what happened to them, and they never tried to cut the Bible study again. So somehow the Lord works. So this is not what I made up. This is what the family said, and the families are all here in this country, and they all are my friends. So today I am going to speak about prayer. I am a very a firm believer of prayer. Very firm believer of prayer. All my life is about prayer. That is, if I can sum everything up, I can say everything about me is the result of prayer. The result of prayer. God has done greater things because we prayed. So this verse that we read today, I will speak both in English and in Malayalam. Now this is the confidence that we have in Him. Now this is the confidence that we have in Him, that if we ask anything according to His will, He hears us. He hears us. And if we know that He hears us, whatever we ask, we know that we have the petition that we have asked of Him. So that is the blessing. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യം ആകും. നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നു എങ്കിൽ അവന് നമ്മോടുള്ള അപേക്ഷ, അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയും. So this is the verse that we are going to meditate today. We're going to talk about a prayer that God answers.
Whether God answers all prayers or not, it can be debatable. It can be debated, like whether God answers every prayer. I don't know how much you all pay attention to what happens out in the what is happening in the world today. Like there are a lot of commotions going on. There are people who say that if they pray, they will remove cancer, and if they pray, they will bring you visas. And sometimes if you make them mad, they will cancel everything. So you have all kinds of emotions out there. But I wanted to tell you that none of this work that way. None of these things work that way. All we can do is ask God and then stay back. Because we have no power in ourselves. Because the one who has to work for us is God. But we can always ask. That's why prayer is our means of communicating with God. That's what prayer is. Prayer is our way of letting God knows what is in our heart. What are our desires? And what are our problems? What are the troubles we have? Mainly when we live in this world, we have many of these problems. Sometimes we invite problems with our own foolishness. I don't know whether you had any of those. I had a few of those. But sometimes we bring problem to us because of our ignorance. Problem comes to us in so many different ways. But prayer is our only way that we can let God know what is in our hearts. That's why prayer is needed. So this verse has 2 or 3 important points here. What kind of prayer God answers? അവന്റെ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥന. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അതുപോലെ ഈ ക്യാൻസൽ ചെയ്യാനും അല്ലെങ്കിൽ വീസ വരുത്താനും ഒന്നും ഇത് ഏറിയെന്ന് പിടിച്ചെടുക്കുന്ന പരിപാടിയൊന്നും അല്ല. ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഇറ്റ് ഈസ്. സോ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥനയാണ് ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നത്. അവന്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു. ഒന്നാമത് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന്റെ ഹിതത്തിനുള്ളിൽ ഉള്ളതായിരിക്കണം. Our prayer has to be within the will and the purposes of God. So when we pray and our prayer is not within the will of God, then that prayer is not going to be answered. So we can look at many examples. So let us say that you're praying to God, you wanted to go to Las Vegas, the city of sin. I'm not just making it a kind of bad, but many people go there, but I'm not making it bad. But you I'm asking God, I wanted to go and gamble there, and I wanted to go and win millions of dollars there. I don't think God is going to answer that prayer that much. In my opinion, I don't think it is going to happen. You know why I said that is because what is God's will for us? God's will for us is to work and make our money. That is why God gave us work. That is why God made us, and because of all the fall that happened and the result, and God put the labor on men. You will labor, you will until the last minute, you will have to labor, and that is what God's will is. So you wanted to find an escape from that by praying, your prayer is not according to God's will.
So the first thing that we need to understand is what is God's will for us. And sleeping 24 hours is not God's will for us. Even though that may be something we like to do, that is not the way God designed our life. God designed our life is for work, sleep, rest. It's all kind of equality. Sometimes people work excessive hours of duties. They are actually killing themselves. And why God designed our life, you say you have certain number of hours to work, a certain number of hours to rest. Rest is also a biblical concept, but some people don't believe in rest. But if you don't rest, what is going to happen? You're going to overheat your body and you're going to die faster. So all these work together. All these things work together. And some people wanted to retire when they're 35. I mean, what is the reason for that? Some people tell me, oh, I wanted to retire when I'm 35. I have too many customers come to me. And they will talk to me, I want to retire when I'm 30. I said, what's the hurry? What are you going to do for the rest of your life? I retired when I was at a good age. And then I said, I need to do something. I needed to find something to keep me busy. If I don't do that, then I'm going to die faster. If there is nothing for me to do, then that is, the death formula is right there. So you have to be doing things. So why I'm saying all this thing is, to know what is God's will is not just 1 + 1 is 2. You have to know God. You have to know His attributes, how God is like, what are His plans, and what are His purposes. God is not an approver of everything. But when we pray, the first thing that we have to ask is my prayer according to God's will? That is the reason we need to find out. Is my prayer, what I'm praying, is it going to make His name greater? Is it going to make Him look good? Making ourselves look good is what we are trying to do, but it also has to make the name of God to increase through our life, through our prayer. When God grants you something, how is it going to benefit God's kingdom? That is important. And when we get all the things we pray, we never even turn back to God after that. I don't know whether you have seen it or not, but when God grants everything, He said, God, give me this, give me this, give me this. Prayer is that. And then God gave you that, gave you that, gave you that, then God cannot find you anywhere. So that is what we see in the New Testament gospel stories. So many people came to Jesus, and Jesus spoke and touched and healed, and they were nowhere to be found. So answering the prayer and making people feel good is not going to bring back to God. So, first of all, we need to know what is it going to be when God grants you your request and your prayer. What it is going to be when your prayer requests are granted, how it is going to benefit the kingdom of God. So we have to connect. We have to connect our prayer to the purposes, the plans of God. And that is the one important thing. So we see this especially in the Garden of Gethsemane. So there is this fight of God's will
and my will. That is the ultimate fight, the struggle of my will and God's will. Here Jesus looking at what he has to encounter at the cross. He saw the agony and the pain, and his will is to remove this cup from me. To remove this cup from me. But he said, yet it is not my will. Let your will be done. So in prayer, the first thing that we need to make sure is that our will has to be surrendered to God's will. Our will has to be surrendered to God's will. It is not my will. And even if, remember the time when Apostle Paul was praying for his struggle. His struggle he had a thorn on his flesh. He was struggling and he was praying and he said, somehow help me, God. And then God was not going to do it. So, and then he said, yes, your grace is sufficient for me. So sometimes it is not easy for us to come to that understanding. So sometimes we like to be like magicians. Why we wanted to appear to be like magicians? Because our heart is in other people's money. That's what it is. The essence of the thing is that when your heart is in other people's money, then you wanted to be a magician. But the Bible never encourages it. The Bible never said your life is going to be easy. The Bible never said. I read the Bible many times. The Bible I read never showed me that. It's not there. I have read many different versions, but I didn't see any of those things. The Bible I read tells the life you live is hard. It's hard. It is a cross that you are taking. You're following me with that cross. And you have to bear it every day until you reach that destination. But throughout all your journey, you can count on one thing, my grace. That is going to be always available. But no magic, no shortcuts. There's none of those will be available. But we have to travel every inch of this road. But first it was, the prayer has to be according to God's will. അവന്റെ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥന. So second is, when we pray, we have to believe it. We receive it. That is how we pray. My mother was always a praying person. I remember her, even when during our wedding time, so many things are going on, and she will be going and praying, coming out, and then she will go back again and pray. She don't know it's all going to come together right. Then she will go back and pray again. But she never was able to believe that one-time prayer is going to work. You don't have to go back and forth and pray 10 times. So when these Bible talk about prayer, it talk about you how to believe when you pray that you received it. That you received it. So നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും
ലഭിച്ചു എന്ന് വിശ്വസിക്കും. That's what I believe. I don't pray 10 times for one thing. I don't pray 10 times for one thing. I know my God promised me when I pray one time, He will hear it. He already heard it, and He will grant that the whatever I asked. If I asked according to His will, He probably won't grant everything that I ask, but if I ask according to His will, He will grant it to me. Sometimes when somebody comes to me and asks, like I have grandchildren, they come and ask me something and go back and ask me, and I said, leave me alone. I have other things going on. I don't like that. I mean, I like them to come to me, but I have no time for this later interruptions. And so God knows when you ask one time, you have to believe that you received it. That is where we have our troubles. When we pray and then we go back and pray again, it means that you have not really believed. When you prayed the first time, you received it. I'm not discouraging you praying a second time. I'm not discouraging you to do that. But I'm actually telling you, if you wanted to try this, pray one time and then you believe, I got it. I got it. That is what I do. I have no doubt even in my prayer. I have no doubt in my prayers. When I pray, I believe I got it. It may not be what I am asking. It may not be always a yes answer. It may be a no answer. But that is fine with me, and no answer is fine with me. I remember when I applied for promotions in the Verizons, I prayed always like this: God, only if it is your will, give this to me. Because why it is important is because sometimes the job that you are about to take is the one that is ready to be cut after 6 months or 1 year. So you'll be out. So you don't know what you're getting into. But when you just completely rely on God and put it on Him, God, you control it. So when you put in yourself in that complete reliance upon God, you have to have a greater belief in God. We have to believe that God knows the best for me. God knows the best for me, and He will take care of me regardless of what I think is good for me. Now, remember this story of this centurion, the Shadadivan, when he came and requested his servant need to be healed. And we have certain formulas. When we pray, we have formulas. We have an idea how it's all going to work. So this centurion said, you don't even have to come to my house. You only have to say the word. I know my servant is going to be healed. It's a different kind of formula. The normal formula was, you have to come to my house, you have to put your hands on my the servant, and then you have to say a prayer, then it's going to work. And he said, no, we're going to get out of the old ways of doing things. You just said the word, and I believe my servant will be healed. That is the faith. So when he said that, he had an unwavering faith. Unwavering faith. നമ്മുടെ വിശ്വാസം തികഞ്ഞ വിശ്വാസമായിരിക്കണം.
തികഞ്ഞ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് ലഭിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റും. തികഞ്ഞ വിശ്വാസം, വിശ്വാസത്തിന്റെ പൂർണ്ണത, the perfect faith will help us to believe when you pray for something you received it. മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് പ്രയറും പെർസിസ്റ്റൻസ്, മടുത്തു പോകാതെ. ഞാൻ മുമ്പ് പറഞ്ഞതിന് എതിരായി പറയാൻ പോകുന്നു. മുമ്പ് പറഞ്ഞത് ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടി. ഇപ്പൊ ഞാൻ പറയുന്നത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. It will appear to be the opposites, but they are not really opposites. I'm not saying you should not pray a second time, but if you really believe in your heart, you don't have to pray a second time. But if you want to pray a second or third time, the Bible encourages it. You can pray as many times as you want. But the God who hears the very first time acted on it. That is what I believe. When God hears the first time, he acts on it. If my child comes to me and tells me an important thing in his or her life, would I wait for him to come the 10th time to ask for it? If I'm going to act, I'm going to act the very first time he asked for it or she asked for it. But if I didn't act the first time, I'm even not going to act the 10th time or the 15th time, because my decision was already made the very first time. That need came to me. I knew whether this person needs it, is going to be good for him. I did some analysis. Then I determined this is needed or waste or whatever it is. So my mind was already made up. That's what I believe. God hears the prayer the first time and he knows how he's going to answer it. It may not be what we want to, what we like to hear it. It may not be a yes answer, it may not be a no answer, it may be a maybe answer, it may be a wait, a little bit more answer, whatever it is. We have all kinds of examples in the Bible for prayer, how God is going to act. And even in the story of Daniel, we have an example where when Daniel asked for a prayer when he was fasting, God actually answered it. But the answer came a little bit later. So God has various ways of answering prayer. But the sure thing is that God will answer prayer. The Lord will answer prayer, and He will definitely hear our prayer if we ask according to His will. That's the one thing I want us. We want to practice this. We want to make our prayer according to God's will. And then we pray. We have to believe we got it. We should not have any doubt. We got it. I got it. Because whom are we asking? A majestic God. A God who has all power. A God who has so much. When we looked at God in the book of Exodus, a God with the mighty hands and his power and how he acted in the history of the people of Israel. And he is not just an ordinary God. He is an all-powerful God. When you ask a God something, he is going to act for you. Definitely we have to believe. We have to believe that God will definitely act for me.
and He will rise up for me. But we have to be persistent. Persistent doesn't, in my opinion, this is my opinion, I am also I'm also able to theologize things. In my opinion, persistence means you wait. It's not you just keep on asking, okay, I'm saying, just like, just let me close here after this example. This example was something that I was going to plan it. Let's say that you applied for a job. How many applications you send? So you send one application, and then you don't hear anything. Then next week you send another application, and then you don't hear anything. Then you send next week another application. You don't keep on sending applications. You send one application and you wait for the card, interview card, or the rejection letter, or whatever it is. That is a way of persistence to me is this: wait patiently. Wait patiently upon the Lord. That's what the psalmist says. I waited patiently upon the Lord, and He will always answer it. Sometimes we may think God will not come and help us, but God will come and help us. So, first, our prayer has to be according to God's will. Secondly, we have to believe that we received it. And then the persistence is don't lose hope. We just have to believe that I pray to a God who will work. That is persistence. That is persistence. നമുക്ക് പല വിധത്തിലുള്ള ആവശ്യങ്ങൾ കൊണ്ട് പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ നമുക്ക് ഈ ലോകത്തിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ പ്രിയ ഡേവിഡ് ബ്രദറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഡേവിഡ് ബ്രദർ നല്ല ഒരു ടെസ്റ്റിമണി പോസ്റ്റ് ചെയ്തു. നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ദൈവം കേട്ടു. അത് എത്ര ഒരു നല്ല ടെസ്റ്റിമണിയാണ്. That is, we as a church prayed for him, and he himself posted the testimony. You want to say a word? Okay. So നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, നമ്മൾ ചെറിയ ചർച്ച ആയിരുന്നാലും വലിയ ചർച്ച ആയിരുന്നാലും, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന്റെ മുഖത്ത് ദൈവം പ്രവർത്തിച്ചു എന്ന് കേൾക്കുന്നത് എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം. ഇന്ന് ഞാൻ ഈ വിഷയം എടുക്കാൻ തന്നെ കാരണം ആ ഒരു ടെസ്റ്റിമണിയാണ്. Because that we prayed for something, then we heard the Lord worked. What a mighty God we have. What a mighty God we have. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ വീണ്ടും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കാം. കബീർസൻ ബ്രദർ മുൻപോട്ട് വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ സഭായോഗം അവസാനിപ്പിക്കും. What a mighty God we serve. What a mighty God we serve. Angels bow before Him, heaven and earth adore Him. What a mighty God we serve. What a mighty God we serve. Thank you, Lord. What a mighty God.
നമ്മൾ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും നമ്മൾക്ക് മറുപടി ലഭിക്കാനുണ്ട്. ഒരിക്കലും നമ്മൾ അധൈര്യപ്പെട്ടു പോകേണ്ട, മടുത്തു പോകേണ്ട. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇടപെടാതെ പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, എല്ലാത്തിനും സ്തോത്രം ചെയ്യുക. നമ്മുടെ ദൈവം നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമാണ്. നമ്മൾ കടന്നു പോകുന്ന ഏത് സിറ്റുവേഷൻ ആയിരുന്നാലും നമ്മുടെ ഒരു പക്ഷേ നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ നമുക്ക് തോന്നും ദൈവം നമ്മളെ മറന്നു കളഞ്ഞു. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചാരത്ത് നമ്മൾ അറിയാതൊരു സാമീപ്യമുണ്ട്. അത് ദൈവത്തിന്റെ കരമാണ്. രാവിലെ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവദാസനിൽ കൂടി വളരെ ശക്തമായ ഒരു ആലോചന നമുക്ക് തന്നത്. ഇന്നും നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അതിനുള്ള ധൈര്യമാണ്. നമ്മൾ അപേക്ഷിക്കുമ്പോൾ തന്നെ അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ രാവിലെയും കടന്നു വന്ന കർത്താവേ, ചെറിയ കൂട്ടമായി നിന്നെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഞങ്ങളുടെ മധ്യേ കർത്താവിന്റെ സാന്നിധ്യമുള്ളത് ഓർത്ത് സ്തോത്രം. പല ആവശ്യങ്ങൾ ഞങ്ങൾ കർത്താവ് ഞങ്ങളുടെ മുഖത്തുണ്ടെങ്കിലും കർത്താവെ, നീ ഞങ്ങൾക്ക് തക്ക സമയത്ത് അത് ഒരുക്കി തരുന്ന ദൈവമാണ്. ആമേൻ. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ഒരു സമയമുണ്ട്. അതിനായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാൻ, ഞങ്ങൾ കർത്താവെ സാവധാനപ്പെടുവാനൊക്കെയുമുള്ള കൃപ ഞങ്ങൾക്ക് തരുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ചില വേദനകൾ കൂടി ഭാരങ്ങളിൽ കൂടി ഒക്കെ കടന്നു പോകുമ്പോഴും ദൈവത്തോട് ഞങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ടല്ലോ കർത്താവെ, എന്തുകൊണ്ടെന്ന്. എന്നാൽ ഹല്ലേലൂയ, ദൈവം തന്റെ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു. അത് അത്ഭുതകരമായ ഭാരം ഉളവാക്കിയാലും അതിനപ്പുറമായ ഒരു സന്തോഷം കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം കർത്താവേ. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങളുടെ മധ്യേ കൂട്ടിക്കൊണ്ട് വന്ന ജസ്റ്റിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മകനെ സഹായിക്കണം. എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂടെ ഒരു പേരൻസിനെ അനുഗ്രഹിക്കണം. കടന്നു പോകുന്ന ചർച്ചിനെ അനുഗ്രഹിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു കർത്താവേ, ദൈവത്തെ സജീവനം കൊടുത്ത ഒരു വലിയ നല്ല അവസരത്തിനായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണം. ഈ കുഞ്ഞുങ്ങൾ കർത്താവ് ഈ ഭവനം നിന്റെ നാമത്തിന് വേണ്ടി തുറന്നു തന്നത് ദൈവം മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ലല്ലോ. വരും ദിവസങ്ങളിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ പല ആവശ്യങ്ങൾ ഇരിക്കുന്നവരുണ്ട്. എല്ലാം ദൈവം അറിയുന്നു. സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിദാസൻ ഈ കുടുംബത്തെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജോൺ തോമസ് പാസ്റ്ററും കുടുംബവും നാട്ടിലായിരിക്കുന്നു. നിന്റെ മക്കളെയും അവിടെ ആയിരിക്കുമ്പോൾ കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ചുകൊണ്ട് മറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഫോണിയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഫോണിൽ നിന്ന് അനേക ജീവിതങ്ങളെ കർത്താവ് കൂട്ടിക്കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥന. ദിവസങ്ങളിൽ പുതിയ ആത്മാക്കളെ കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് കൃപ തരണം, ആരോഗ്യവും ബലവും തരണം. ഈ പ്രകൃതിയുടെ കെടുതികളിൽ നിന്നെല്ലാം ഞങ്ങളെ കർത്താവ് വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപയിൽ ഞങ്ങളുടെ മടക്കയാത്രയിൽ കൂടെ ഇരിക്കണം. പ്രാർത്ഥനയും ഞാൻ സ്തോത്രം. യേശു ക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ കേൾക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും